നമസ്കാരം, ഞാൻ സിജു രാജൻ. പല പ്രവാസി സുഹൃത്തുക്കളും നമ്മളോട് സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക്, കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ ബിസിനസ് സെറ്റ് ചെയ്ത് അങ്ങ് ഫാമിലിയോടൊപ്പം അങ്ങ് സെറ്റിലാവണം. ഈ ഒരു ആഗ്രഹം പലരും പ്രകടിപ്പിക്കാറുണ്ട്. കാരണം എത്ര കാലം എന്ന് പറഞ്ഞിട്ടാണ് പ്രവാസ ലോകത്ത് അങ്ങനെ ജീവിക്കുന്നത്. കുടുംബം കംപ്ലീറ്റ് നാട്ടിലായിരിക്കും. പക്ഷേ ഇതിന് പലരും മടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ, അവർ ഭയക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരത്തിൽ അവിടുന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുന്നു, ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് സെറ്റ് ചെയ്യുന്നു, അഥവാ ബിസിനസ് അങ്ങ് പൊട്ടിപ്പോയി എന്ന് വിചാരിക്കുക. ബിസിനസ്സും ഇല്ല, അവിടുത്തെ ജോലിയും ഇല്ല, വരുമാനവും ഇല്ല, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു ഭയം കാരണമാണ് പലരും ഇതിലേക്ക് നേരിട്ട് ഇറങ്ങാത്തത്. അതിന് പകരം അവർ ചെയ്യുന്നത്, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുന്നു. ജോലി അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നാട്ടിൽ ഒരു ബിസിനസ് സെറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. അങ്ങനെ ബിസിനസ് ഇവിടെ റൺ ചെയ്യുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരുന്നു ആൻഡ് അത് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഇത് ഒരു സേഫ് സോണാണെന്ന് വിചാരിച്ചിട്ട് പലരും അതിലേക്ക് അത്തരത്തിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ എങ്ങനെയാണ് നമുക്ക് മറ്റൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട്, ഇപ്പോൾ പ്രവാസ ലോകത്ത് ഇരുന്നുകൊണ്ട് നാട്ടിലൊരു ബിസിനസ് റണ്ണ് ചെയ്യാം, സെറ്റ് ചെയ്തെടുക്കാം, ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഞാൻ ഒരു ബിസിനസ് ആശയം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ബിസിനസ് ആശയം ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ അത്യാവശ്യം റിസർച്ച് ചെയ്ത് കേരളത്തിൽ ആവശ്യമുള്ള ഒരു ഉൽപ്പന്നം ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അതിനെക്കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ പ്രവാസ ലോകത്തെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു മാർക്കറ്റ് അല്ല കേരളത്തിലെ മാർക്കറ്റ് എന്ന് പറയുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടുത്തെ ഒരു ആൾക്കാരുടെ ബൈയിങ് ബിഹേവിയർ അല്ല, ഒരു കൺസംഷൻ പാറ്റേൺ അല്ല കേരളത്തിലുള്ളത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരുപക്ഷെ നിങ്ങൾ 10, 15, 20 വർഷം ജോലി ചെയ്തിട്ടൊരു സ്ഥലമായിരിക്കാം. നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിൽ അവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാമായിരിക്കാം. അപ്പോൾ അവിടുത്തെ രീതി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കേരളത്തിൽ ബിസിനസ് ചെയ്യാനായിട്ട് നിൽക്കരുത്. കാരണം ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു രീതിയേ അല്ല നമ്മുടെ കേരളത്തിലുള്ളത്. കാരണം ബിസിനസ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, രണ്ടവിടെയും ബിസിനസ് ചെയ്തിട്ടുള്ളവർക്ക് കൃത്യമായിട്ടും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് കഴിയും. പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്രവാസ ലോകത്ത് ഇരുന്നുകൊണ്ട്, വിദേശത്ത് ഇരുന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു കമ്പനി ആരംഭിക്കാനായിട്ട് കഴിയുമോ, കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കഴിയുമോ, അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡോ LLPയോ അതുപോലുള്ള ഒരു ലിമിറ്റഡ് കമ്പനി ചെയ്യാനായിട്ട് കഴിയുമോ എന്നുള്ളത്. നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നിങ്ങളുടെ അവിടുത്തെ എംബസിയുടെ അറ്റസ്റ്റേഷൻ നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് അവിടുത്തെ എംബസിയുടെ അറ്റസ്റ്റേഷൻ ഉണ്ടെങ്കിലേ നമുക്കിവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ പൊതുവേ ഇത്തരത്തിലുള്ള പ്രവാസി സുഹൃത്തുക്കൾ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യം, നാട്ടിലുള്ള ഫാമിലിക്കകത്തുള്ള 2 പേര് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ 2 പേരെ വെച്ചുകൊണ്ട് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വൺസ് ആ വ്യക്തി, വിദേശത്തുള്ള വ്യക്തി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പാസ്പോർട്ടിനകത്ത് സീല് മാറുമല്ലോ. അപ്പോൾ അത്തരത്തിൽ ആവുന്ന സമയത്ത് ഈ ഡമ്മിയായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അതിലൊരാളെ റിമൂവ് ചെയ്തിട്ട് ഈ വന്നിട്ടുള്ള പ്രവാസിക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അത്തരത്തിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു വേ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രവാസ ലോകത്ത് ഇരുന്നിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. സോ നിങ്ങൾ അങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ലീഗലി അത് നിങ്ങളുടെ കമ്പനി എന്ന് പറയാൻ കഴിയത്തില്ല. കാരണം നിങ്ങൾ അതിനകത്ത് ഇല്ല. അപ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് വന്ന് ആ കമ്പനിയുടെ ഒരു ഭാഗമായെങ്കിൽ മാത്രമേ നിങ്ങളുടെ കമ്പനി എന്ന് പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഫോർ എ നെയിംസേക്ക് ഞാൻ നിങ്ങളുടെ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ലൈസൻസുകളെല്ലാം നമുക്ക് അത് വെച്ചുകൊണ്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നിങ്ങളുടെ നാട്ടിലെ വിശ്വസ്തനായിട്ടുള്ള ആരെയെങ്കിലും, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ആരെയെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഹയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോ നിങ്ങൾക്ക് ഏർപ്പാടാക്കും. ഒരു മാനേജറെയോ മറ്റോ വെച്ചുകൊണ്ട് ആ വ്യക്തിയെ കൊണ്ട് ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനായിട്ട് കഴിയും. കാരണം കമ്പനി ആക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള സിഗ്നേച്ചറിനൊന്നും ആവശ്യം വരുന്നില്ല. കാരണം കമ്പനി എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഒരു എൻറ്റിറ്റി ആണല്ലോ. സോ നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള സിഗ്നേച്ചറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസോ അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. കമ്പനി ആയിരിക്കും അവിടെ ബാക്കിയുള്ള ലൈസൻസുകളെല്ലാം, ലൈസൻസിൻ്റെ ഓണർ എന്ന് പറയുന്നത് കമ്പനി ആയിരിക്കും. അപ്പോൾ ആ കമ്പനിക്ക് അകത്തുള്ള ആ 2 പേരുടെ സൈൻ ആയിരിക്കും അതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. സോ നിങ്ങൾ നാട്ടിലേക്ക് വന്ന് നിങ്ങൾ ആ കമ്പനിയുടെ ഭാഗമാവുന്നതോടുകൂടി ആ കാര്യമെല്ലാം ക്ലിയർ ആയി. അപ്പോൾ നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള സിഗ്നേച്ചറിന് ആവശ്യം വരുന്നില്ല അത്തരത്തിൽ ഒരു കമ്പനിയായിട്ട് ചെയ്യുന്ന സമയത്ത്. ഇനി പ്രധാനമായിട്ടും ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാനായിട്ട് ഒരു 3 പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ, 3 പ്രധാനപ്പെട്ട ഹെഡ്സ് നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഒന്ന് ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റൊന്ന് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റൊന്ന് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ സെപ്പറേറ്റ് ഒരു ഓഫീസൊക്കെ എടുത്ത് കുറേ പേര് ഹയർ ചെയ്തിട്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നോക്കി നടത്താനായിട്ട് ഒരാൾ, ഇപ്പോൾ ഫൈനാൻസിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ഒരാൾ, മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് ഒരാൾ, ആൻഡ് ഓൾസോ ഈ പറയുന്ന പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താനായിട്ട് അതിൻ്റെ മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരാൾ. അപ്പോൾ എല്ലാത്തിനും ഒരു ചുമതലക്കാരനെ നിങ്ങൾ ഏർപ്പാടാക്കുക, ഓരോ ആൾക്കാരെ ഏർപ്പാടാക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഫൈനാൻസ് എന്ന് പറയുന്നത്.
പല പ്രവാസി സുഹൃത്തുക്കളും ചെയ്യുന്നൊരു കാര്യം, അവർ വാരിക്കോരി അങ്ങ് ചിലവാക്കും. അതായത് അവർ ഇഗ്നോറൻസ് തന്നെയാണ് പ്രശ്നം. ഈ രണ്ട്, അതായത് അവിടുത്തെ കറൻസിയും ഇന്ത്യയുടെ കറൻസിയും തമ്മിലുള്ള വാല്യൂഷനിൽ വലിയ രീതിയിൽ വ്യത്യാസമുണ്ടല്ലോ, മൂല്യത്തിൽ വലിയ രീതിയിൽ വ്യത്യാസമുണ്ട് രണ്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അവിടുത്തെ ഒരു വാല്യൂ വെച്ചുകൊണ്ട് അങ്ങ് ചിലവാക്കും. നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അത് ഭീമമായിട്ടൊരു എമൗണ്ട് ആയിട്ട് മാറും. അപ്പോൾ അത്രയൊന്നും ശരിക്കും ചിലവ് വരത്തില്ല ആക്ച്വലി. അപ്പോൾ ഇതറിയാതെ പലരും വലിയ രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവസാനം ഒന്നിനും പറ്റാത്തൊരു ലെവലിലേക്ക് മാറാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരു നല്ലൊരു വ്യക്തി എന്ന് പറയുന്ന സമയത്ത് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നിങ്ങളിവിടെ സെറ്റ് ചെയ്തേ പറ്റൂ. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഹയർ ചെയ്യുക ഒരാളെ. കാരണം ഒരുപാട് പേർക്ക് പ്രശ്നം പറ്റിയിട്ടുള്ളതാണ്. കുടുംബത്തിലെ ഒരാളെ അങ്ങ് അപ്പോയിൻറ്റ് ചെയ്യുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ സർക്കിളിൽ നിന്ന് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതിൽ ചെയ്യുന്ന സമയത്ത് കുറേ ഇഷ്യൂസ് പലർക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സാലറി കൊടുത്തുകൊണ്ട് തന്നെ ഈ ഫൈനാൻസ് നോക്കി നടത്താനായിട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുക. അവർക്ക് കൃത്യമായിട്ടുള്ള പൈസ അലോട്ട് ചെയ്ത് കൊടുക്കുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അലോട്ട് ചെയ്ത് കൊടുക്കണം? കൊട്ടേഷൻസ് എല്ലാം കൃത്യമായിട്ട് ആ വ്യക്തികളെ കൊണ്ട് കളക്ട് ചെയ്യിപ്പിക്കുന്നു. ആ കൊട്ടേഷൻ അനുസരിച്ചിട്ടുള്ള എമൗണ്ട് ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു, കൃത്യമായിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതായത് കമ്പനിയുടെ പേരിൽ നിങ്ങളൊരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമല്ലോ, ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ലീഗലി കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും അത്തരത്തിൽ ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്. സോ ആ വ്യക്തിയുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുന്ന് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ആ വ്യക്തി ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ. അപ്പോൾ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു എന്നുള്ള ലെവലിലേക്ക് വരത്തില്ല. നിങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടാണല്ലോ അതിലേക്ക് എമൗണ്ട് ഇടുന്നത്. സോ അത്തരത്തിൽ ആ ഫൈനാൻസ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തി ചിലവാക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചേഴ്സിൻ്റെ ബില്ലുകൾ കൃത്യമായിട്ട് കളക്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. ആൻഡ് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആ വ്യക്തിയുമായിട്ട് ഒരു 15 മിനിറ്റെങ്കിലും മീറ്റിംഗ് ഇരിക്കുക. എന്തൊക്കെയാണ് ചിലവായത്, എത്രയാണ് നമുക്ക് വരവുണ്ടായിട്ടുള്ളത്, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ റിപ്പോർട്ട്സ് കളക്ട് ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത്. കാരണം എല്ലാത്തിനും ബില്ല് സൂക്ഷിക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. ആ ബില്ല് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് വെക്കുക. നിങ്ങൾ ചിലവാക്കുന്നതിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നതിനനുസരിച്ചുള്ള ചിലവ് അവിടെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ചിലവ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ കഴിയും. കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കേണ്ടത് അത് എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ തന്നെ ആയിരിക്കും കുറച്ച് കാലമെങ്കിലും. കാരണം ഫൈനാൻസ് ആണ് ഇവിടുത്തെ ഏറ്റവും മേജർ ആയിട്ടുള്ള റോൾ. കാരണം നിങ്ങൾക്ക് ഇവിടെ ഫൈനാൻസ് ആൾക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ള പരിപാടി മാത്രമേ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് ഈ ഫൈനാൻസ് ഡീൽ ചെയ്യുന്ന ആളാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പൈസ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ആ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് അലോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഒരു എക്സൽ ഷീറ്റിലോ മറ്റോ ആളെ കൊണ്ട് എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും എല്ലാ ഇൻകംസും എഴുതി തയ്യാറാക്കിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഡെയിലി ഒരു ഡേ ബുക്കെങ്കിലും കീപ്പ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. അത് കൃത്യമായിട്ട് റിവ്യൂ എടുക്കുക എല്ലാ ഡേയും. ഇനി രണ്ടാമത്തേത്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ദറ്റ് ഈസ് മാർക്കറ്റിങ്ങിന് പറ്റുന്ന ഒരു ടീം അല്ലെങ്കിൽ ഒരു വ്യക്തി. നിങ്ങൾക്ക് എൻറ്റയർ മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനായിട്ട് ഒരിക്കലും അവിടെ ഇരുന്നുകൊണ്ട് കഴിയത്തില്ല. കാരണം ഒരുപക്ഷെ വർഷങ്ങളായിട്ട് നിങ്ങൾ അവിടെ ആയിരിക്കും. ഇവിടുത്തെ ഒരു മാർക്കറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അവസ്ഥ അറിയുന്ന ഒരാളെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യുക. ഈ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്ക് കൃത്യമായിട്ടുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരാളെ തന്നെ നോക്കി അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇതിലൊട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഏതോ ഒരു ഫീൽഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിംഗ് ലീഡ് ചെയ്യാനായിട്ട് നോക്കരുത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രോഡക്റ്റ്. നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റിനനുസരിച്ചിട്ട് ആ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിൽ മാറ്റം വരും. ബട്ട് സ്റ്റിൽ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ആ വ്യക്തിക്ക് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ കംപ്ലീറ്റ് അതോറിറ്റി നിങ്ങൾ കൊടുക്കുക. അതായത് എന്തെല്ലാം ചെയ്യണം, എവിടേക്ക് പൈസ ചിലവാക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് കംപ്ലീറ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള അതോറിറ്റി വേണമെങ്കിൽ അദ്ദേഹത്തിന് 2-3 പേരെ ഹയർ ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കുക. കാരണം അദ്ദേഹം ചെയ്തോളൂ. കാരണം എൻറ്റയർ റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിൻ്റെ തലയിലിടുക. ആൻഡ് അദ്ദേഹത്തിന് സാലറി കൊടുക്കേണ്ടത് ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളായിരിക്കണം, നിങ്ങളായിരിക്കരുത്. അപ്പോൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതാണ് ഞാൻ പറഞ്ഞത്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. എല്ലാവർക്കും പൈസ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും. ഇപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും എല്ലാവർക്കും പൈസ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഈ ഫൈനാൻസ് ഹെഡ് ആയിരിക്കണം. ആൻഡ് പൈസ അയച്ചു കൊടുക്കുന്നത് ആ ഒരു സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിലും. സോ അത്തരത്തിൽ ചെയ്യുന്ന സമയത്ത് ഫൈനാൻസ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ചെലവുകൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. ടെൻഷൻ കുറയ്ക്കാനായിട്ട് കഴിയും. കാരണം നിങ്ങൾക്ക് ഇതിന് കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഇവർ കൃത്യമായിട്ട് ലീഡ് ചെയ്തോളും. അപ്പോൾ ഫൈനാൻസിനൊരു ടീം, മാർക്കറ്റിങ്ങിനൊരു ടീം. മാർക്കറ്റിങ്ങിന് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഈ മാർക്കറ്റിംഗ് ടീമുമായിട്ടും നിങ്ങൾ വീക്ക്ലി മീറ്റിംഗ് ഇരിക്കണം, റിപ്പോർട്ട് വാങ്ങണം. ഇന്ന് ഏതെല്ലാം ഷോപ്സിനെ സമീപിച്ചു, ഇപ്പോൾ അതിൽ റീറ്റെയിൽ പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഏതെല്ലാം ഷോപ്പിനെ സമീപിച്ചു, നമുക്ക് എത്ര എക്സ്പെൻസ് വന്നു, എത്ര നമുക്ക് കൺവേർഷൻ നടന്നു, എത്ര നമുക്ക് ഇൻകം കിട്ടിയിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ട് എല്ലാ ഡേ ബൈ ഡേയും ഡിപ്പെൻഡ്സ് ഓൺ പ്രോഡക്റ്റ് അഗെയിൻ ഡേ ബൈ ഡേ അല്ലെങ്കിൽ വീക്ക്ലി അയച്ചു തരാനായിട്ട് പറയാം. വീക്ക്ലി റിവ്യൂ മീറ്റിംഗ് ഗൂഗിൾ മീറ്റിലോ അല്ലെങ്കിൽ സൂമിലോ ഇരിക്കുക, കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. റൈറ്റ്. സോ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും എഗെയിൻ ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ പ്രൊഡക്ഷൻ നോക്കി നടത്തുക എന്ന് പറയുന്നത്. കാരണം
അൾട്ടിമേറ്റ്ലി നമുക്ക് വരുമാനം കിട്ടുന്നത് ആ ഉൽപ്പന്നം വിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം ഈ അത്യാവശ്യം നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ മാനുഫാക്ചർ ചെയ്യുന്നത്, ഇപ്പോൾ മാനുഫാക്ചറിങ് ഉണ്ടെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ അറിയുന്ന ഒരു എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തിയെ തന്നെ നിങ്ങൾ ആ പ്രൊഡക്ഷൻ ഹെഡായിട്ട് ചുമതലപ്പെടുത്തുക. താഴെ വരുന്ന എംപ്ലോയീസിനെ എല്ലാം നിയമിക്കേണ്ടത് ഈ പ്രൊഡക്ഷൻ ഹെഡായിരിക്കണം. ആൻഡ് ഈ പ്രൊഡക്ഷൻ ഹെഡായിരിക്കണം ഇവർക്കുള്ള ഡ്യൂട്ടീസ് എല്ലാം അസൈൻ ചെയ്യേണ്ടത്. എത്ര പ്രോഡക്ട്സ് ആണ് നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടത്, എത്ര റോ മെറ്റീരിയൽസ് ആണ് നമുക്ക് പ്രൊക്യൂർ ചെയ്യേണ്ടത്, എവിടെ നിന്ന് പ്രൊക്യൂർ ചെയ്യണം, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗ്ഗം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം ഡിസൈഡ് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത് ഈ പ്രൊഡക്ഷൻ ഹെഡായിരിക്കണം. അതായത് ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവ്വ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യേണ്ടത്. ആൻഡ് ആൾസോ ഇത് മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പരിപാടി, അതായത് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിക്കുന്ന പരിപാടി വരെ ചെയ്യേണ്ടത് ഈ പ്രൊഡക്ഷൻ ഹെഡായിരിക്കണം. സെയിൽസും മാർക്കറ്റിംഗും ഒന്നായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. കാരണം രണ്ടും കൂടെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും എഗെയിൻ നിങ്ങൾക്കൊരു അഡീഷണൽ എക്സ്പെൻസ് ആകും. വൺസ് ബിസിനസ് ഗ്രോ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കത് സെപ്പറേറ്റ് ചെയ്യാം. കറൻറ്റ്ലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ടീമിനെ തന്നെ നിങ്ങൾ ഏർപ്പാടാക്കുക. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ടീമിന് റോ മെറ്റീരിയൽസും അങ്ങനെയുള്ള പൈസ കൊടുക്കേണ്ടതും, ഒപ്പം തന്നെ ബാക്കിയുള്ള സാലറി കൊടുക്കേണ്ടതും, സ്ഥാപനത്തിൻ്റെ റെൻറ്റും ബാക്കിയുള്ള മിഷനറീസിന് വേണ്ടി എക്സ്പെൻഡിച്ചറും, ഈ കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പൈസ കൊടുക്കുന്നു, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നീഡിനനുസരിച്ചിട്ട്, ഒപ്പം തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നീഡിനനുസരിച്ചിട്ട് പൈസ കൊടുക്കുന്നു. സോ ഈ ഒരു ഹൈറാർക്കി നിങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ബിസിനസ് റൺ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസും ഒരുമിച്ച് കൊണ്ടുവരിക, ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, 3 ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ആൾക്കാരെ ഹെഡായിട്ട് നിയമിക്കുക. അവർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള അധികാരം കൊടുക്കുക. ആൻഡ് ആൾസോ എല്ലാ ദിവസവും, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ഗൂഗിൾ മീറ്റ് വഴി അവരെ മീറ്റ് ചെയ്യുക. പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. പ്രധാനപ്പെട്ട ഡിസിഷൻസ് മാത്രം നിങ്ങൾ എടുക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലാതെ ബിസിനസ് തുടക്കകാലത്തേക്ക് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് കഴിയും. ആൻഡ് വൺസ് സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് വരാം. ഇവിടെ ബിസിനസ് നോക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയോടൊപ്പം സുഖമായിട്ട് ജീവിക്കാം. പിന്നെ ഓഫ് കോഴ്സ് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് എക്സ്റ്റേണൽ ടീംസിനെ സമീപിക്കാവുന്നതാണ്. നമ്മൾ ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞത്. സോ എക്സ്റ്റേണൽ ടീംസിനെ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. നമ്മളെപ്പോലുള്ള ഒരുപാട് ടീംസ് ഉണ്ട്, സമീപിച്ച് അവരുടെ സഹായം കൂടി നിങ്ങൾക്ക് തേടാവുന്നതാണ്. മറ്റൊരു വിഷയമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.